everyone. കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോകളിൽ ഓരോ എപ്പിസോഡിലും നമ്മുടെ ഓരോ പ്രോജക്ട്സ് ആണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ പ്രോജക്ട്സ്, അത് ചിലപ്പോൾ EVCs ആയിരിക്കാം, സോളാർ പവർ പ്ലാന്റ് ആയിരിക്കാം. നമ്മൾ എങ്ങനെയാണ് അവിടെ ഇൻസ്റ്റലേഷൻ നടത്തിയിരിക്കുന്നത്, എത്രയാണ് അവിടെ ക്വാണ്ടിറ്റി വരുന്നത്, എത്ര കിലോ വാട്ടിൻ്റെയാണ് വെക്കുന്നത്, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ എപ്പിസോഡിൽ നമ്മൾ തന്നെയാണ് കാണിക്കുന്നത്. കൊളംബിയ ലാബിനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. കുറച്ച് സമയം മുമ്പ് നമ്മൾ പുതിയൊരു ഓഫീസിലേക്ക് മാറുകയുണ്ടായി. നമ്മുടെ സെയിൽസ് വിങ്ങിന് വേണ്ടിയിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് നമ്മൾ പുതിയൊരു ഓഫീസിലേക്ക് മാറുകയുണ്ടായി. അപ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വരുന്നത്? കറണ്ട് ബില്ല് തന്നെയാണ്. ഏകദേശം 6 ടണ്ണിലധികം AC ഉപയോഗം തന്നെ വരുന്നുണ്ട്. പിന്നെ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കറണ്ട് ബില്ല് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് എന്തായാലും സോളാർ വെച്ചേ പറ്റുള്ളൂ. നമ്മുടെ ആദ്യം തന്നെ അങ്ങനെ ഒരു ആലോചന നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടി എത്രയാണ് ബില്ല് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള കിലോ വാട്ട് വയ്ക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ നമ്മൾ 2 മാസം വെയിറ്റ് ചെയ്ത് നമ്മുടെ കറണ്ട് ബില്ല് ഏകദേശം ഒരു 17,000 രൂപയോളം വന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടി എത്രത്തോളമാണ് നമ്മൾ വെക്കേണ്ടത്. അങ്ങനെ 8 കിലോ വാട്ടിൻ്റെ ഹാവൽസിൻ്റെ സോളാർ പവർ പ്ലാന്റ് ആണ് നമ്മൾ കൊളംബിയ ലാബിൻ്റെ പുതിയ ഓഫീസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഹാവൽസിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഗുണമേന്മയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസിനും നിൽക്കാത്ത ആൾക്കാരാണ്. നമ്മുടെ ഓഫീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സൗത്ത് ഫേസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നന്നായിട്ട് അടിക്കും. ഉള്ളിൽ നമ്മൾ AC ഒന്നും ഇല്ല, അല്ലാതെ യാതൊരുവിധ പ്രിക്കോഷൻസും ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ചൂടടിക്കും. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ കൂളിങ്ങിനുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്, ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഓഫീസിലിരുന്ന് പോകുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, എല്ലാ ഫ്ലോറിലും ഫാൻ ഉണ്ട്, AC ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. പിന്നെ സ്റ്റാഫിന് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് TV ഉണ്ട്, അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഉണ്ട്, കൂളിംഗ് വാട്ടറിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു ഓഫീസിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫിന് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ നോക്കുകയും വേണം. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സസ്റ്റൈനബിൾ എനർജിയുടെ ഭാഗമാകുകയും വേണം. അങ്ങനെ നമ്മൾ ഭാഗമായതിൻ്റെ വിഷ്വൽസ് നമ്മൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മൾ സോളാറിൻ്റെ പാനൽസ് ഇറക്കുന്നതിലും മുതൽ അതിൻ്റെ ഓരോ ഘട്ടമായിട്ട് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് വരുന്നത്, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ സോളാറിൻ്റെയും EVCസിൻ്റെ ഒക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളൊരു ഗുണം ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പോളിസീസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ നമ്മൾ തന്നെ സോളാർ ഇൻസ്റ്റലേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമേഴ്സിനോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള
ഒരു സർവീസാണ് തരുന്നത്. അങ്ങനെ അത്രയും നമ്മൾ എൻഷ്യൂരിറ്റി നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യത്തിലും നമ്മളത് പാലിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പാനൽ ഇറക്കുന്ന കാര്യമാണെങ്കിലും ഇൻസ്റ്റലേഷൻ്റെ സമയത്താണെങ്കിലും എത്ര ദിവസം കൊണ്ടാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ഇനി നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും പ്രൊഡക്ഷൻ എങ്ങനെയാണ്, നമുക്ക് എത്രത്തോളം ലാഭിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് എത്രത്തോളം കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ഇത് ലാഭമാണോ നഷ്ടമാണോ. ഒരിക്കലും നഷ്ടമല്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഒരു കാര്യം നിങ്ങളോട് എപ്പോഴും ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം അതിന് മാതൃകയായിരിക്കണം. ആ കാര്യം തന്നെയാണ് നമ്മളിവിടെ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി നമുക്ക് ധൈര്യമായിട്ട് നിങ്ങളോടും പറയാം അല്ലേ, ഞങ്ങൾ സോളാർ വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളും സോളാർ വെക്കൂ. സസ്റ്റൈനബിൾ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ബുദ്ധിപരമായൊരു കാര്യം മാത്രമല്ല, അതാണ് ഇനി മുതൽ നമുക്ക് ജീവിക്കുന്നതിൻ്റെ ഒരു മെത്തേഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് മാത്രമല്ല, സമാധാനമായിട്ട് മാത്രമല്ല, എക്കണോമിക്കലി സേഫായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനുള്ള ഉദാഹരണം നമ്മൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് മുൻപ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് മനസ്സിലാവും. ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാളേക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ അത് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമല്ല, എക്കണോമിക്കലി ഒരു സ്റ്റേബിളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണം. അത് തന്നെയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. എപ്പോഴും നമ്മൾ മേടിക്കുന്ന ഓരോ പ്രോഡക്റ്റും ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത പ്രോഡക്റ്റ്സ് തന്നെ ആയിരിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ജീവിച്ചു പോവാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ചാർജുകൾ അല്ലെങ്കിൽ നാളെ വരുന്ന ഡിഫക്ട്സുകൾ എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലവ് വരും. അപ്പോൾ അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മളെപ്പോഴും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, സസ്റ്റൈനബിൾ എനർജി പോലുള്ള മേഖലകളിൽ EVCS ഓർ സസ്റ്റൈനബിൾ എനർജി ആയിട്ടുള്ള സോളാർ പവർ പ്ലാന്റ്, EVCS എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നമ്മളെപ്പോഴും നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് ആവാൻ നമ്മൾ റെഡിയാണ്. അപ്പം താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, പ്രോപ്പർട്ടീസും ഉണ്ട്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ബെറ്റർ ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലീഡറെ നിങ്ങൾക്ക് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊളംബിയ ലാബ് എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും.